നമുക്കിന്ന് കല്യാണത്തിന് 1 വീക്ക് ബാക്കി നിൽക്കെ ഒരു കുട്ടി ഷോപ്പിംഗ് ഉണ്ടല്ലോ. അമ്മൂനാണ് ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ പോയത്. അമ്മയ്ക്ക് ചെരുപ്പ് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഒറ്റ നിർബന്ധത്തിലാണ് ഹീൽ ചെരുപ്പ് തന്നെ എടുത്തത്. അതിനുശേഷം അനിയന്മാരെവിടെയോ പോയിട്ട് വരുന്ന വഴിയാണിത്. ഈ വരുന്ന 2 സാധനങ്ങൾ എത്ര പെട്ടെന്നാണ് വളർന്നതെന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതമാവുന്നു. അതിനുശേഷം അനിയന് ചെരുപ്പ് നോക്കാനായിട്ട് പോയി. അവൻ എടുത്തില്ല, പക്ഷെ ട്രൈ ചെയ്തു. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഒന്നും എടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതിനുശേഷം പോയത് എന്താണെന്ന് വെച്ചാൽ റിസപ്ഷനിൽ നമുക്ക് ഓർണമെൻറ്റ്സ് ഇടണമല്ലോ. അപ്പോൾ ഇമിറ്റേഷൻ തന്നെ ഇടണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ റെഡി ക്യാഷ് കൊണ്ട് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യില്ല. അതിനുശേഷം അനിയത്തിക്കും 2 ഓർണമെൻറ്റ്സ് എല്ലാം നോക്കിയായിരുന്നു. പക്ഷേ ഈ നോക്കണതെല്ലാം അവളിടുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. അതിനുശേഷം എനിക്ക് അവിടെ നിന്ന് കമ്മൽ നോക്കണമായിരുന്നു. കമ്മൽ ഏറെക്കുറെ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്നും എടുക്കാനായിട്ടൊരു തോന്നൽ വന്നില്ല. ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കണത് 4-5 മണിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയന് കുർത്ത എടുക്കാനായിട്ട് പോയായിരുന്നു. ഇവർക്കെല്ലാം എടുത്തത് 1 വീക്ക് മുന്നേ എന്ന് വിചാരിക്കണം. അങ്ങനെ കല്യാണിൽ പോയിട്ട് അവനായിട്ടുള്ള കുർത്തി നോക്കി. അവനും അച്ഛനും വേണ്ടി 2 സെയിം ഇടാൻ പോലെയാണ് നോക്കിയത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവനത് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ അമ്മയ്ക്ക് സാരി നോക്കാനായിട്ട് പോയി. അമ്മ കുറേ സാരി ട്രൈ ചെയ്തു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. പക്ഷേ നമ്മൾ എടുത്തത് വേറൊന്നാണ്. അമ്മയുടെ മുഖം എന്താ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി എത്ര പൈസയാവും എന്നുള്ള ടെൻഷനിലാണ് അമ്മ. അതിന് ശേഷം അമ്മയ്ക്ക് റിസപ്ഷനായിട്ടുള്ള സാരി നോക്കാനായിട്ട് പോയി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാരിയായിരുന്നു. ഫുൾ വർക്ക്ഡാണ്. അത് ഞാൻ സിമ്പിളുമാണ്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു നേരമായി.